ഖത്തറിൽ ഇന്ത്യൻ എംബസി നേരിട്ട് നൽകി വരുന്ന സേവനങ്ങൾ സ്വകാര്യവൽക്കരിക്കാൻ നീക്കം, പുതിയ പാസ്പോർട്ടുകൾ നൽകാൻ പാസ്പോർട്ട് പുതുക്കൽ, വിസ സേവനം തുടങ്ങിയ മുഴുവൻ സേവനങ്ങളും സ്വകാര്യ ഏജൻസികൾ വഴി നടപ്പാക്കാനാണ് എംബസി ആലോചിക്കുന്നത്. റെക്കോർഡ് ലാഭവുമായി ഖത്തറിന്റെ ദേശീയ വിമാന കമ്പനിയായ ഖത്തർ എയർവേസ് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ 6100 കോടി ഖത്തർ റിയാലാണ് കമ്പനിയുടെ ലാഭം. ഖത്തറിൽ നിന്നുള്ള ഇന്നത്തെ പ്രധാന വിവരങ്ങളുമായി ഫൈസൽ ഹംസ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ഫൈസൽ ഹംസ, ഖത്തറിൽ നിന്ന് നൽകാൻ കഴിയുന്ന പ്രധാനപ്പെട്ട വിശേഷങ്ങൾ എന്താണ്? അജി, ഖത്തറിൽ നിന്നും ഇന്ന് പങ്കുവയ്ക്കാനുള്ള ഏറ്റവും സുപ്രധാനമായ ഒരു വിവരം, ഖത്തറിലെ ഇന്ത്യൻ എംബസി പ്രവാസികൾക്ക് നൽകുന്ന കോൺസുലാർ സേവനങ്ങൾ സ്വകാര്യവൽക്കരിക്കാൻ ആലോചന നടക്കുന്നു എന്നുള്ളതാണ്. ഖത്തറിലെ പ്രാദേശിക ഇംഗ്ലീഷ് മാധ്യമമായ ഗൾഫ് ടൈംസിന് ഇന്ത്യൻ അംബാസഡർ നൽകിയ ഒരു അഭിമുഖത്തിലാണ് ഇക്കാര്യം സൂചിപ്പിക്കുന്നത്. ഇതനുസരിച്ച് പുതിയ പാസ്പോർട്ടുകൾ നൽകൽ, പാസ്പോർട്ട് പുതുക്കൽ, വിസ സേവനം, പോലീസ് വെരിഫിക്കേഷൻ, സർട്ടിഫിക്കറ്റുകളുടെ അറ്റസ്റ്റേഷൻ തുടങ്ങിയ മുഴുവൻ സേവനങ്ങളും, ഇപ്പോൾ നിലവിൽ എംബസി വഴി നൽകിക്കൊണ്ടിരിക്കുന്ന മുഴുവൻ സേവനങ്ങളും സ്വകാര്യ ഏജൻസികൾ വഴി നൽകാനാണ് ആലോചന നടക്കുന്നത് എന്നാണ് അംബാസഡർ അറിയിച്ചിട്ടുള്ളത്. ഇതിനൊരു പ്രധാന കാരണമായി പറയുന്നത് ഖത്തറിലെ ഇന്ത്യൻ പ്രവാസികളുടെ ഒരു ബാഹുല്യമാണ്. നിലവിൽ തന്നെ ഏതാണ്ട് 8 ലക്ഷത്തിലധികം പ്രവാസികൾ, ഇന്ത്യക്കാരായിട്ടുള്ള പ്രവാസികൾ ഖത്തറിലുണ്ട്. ഇവർക്ക് യഥാസമയം മികച്ച രീതിയിലുള്ള ഒരു സേവനം ലഭ്യമാക്കുന്നതിന് ഇത്തരത്തിൽ സ്വകാര്യവൽക്കരണം ആവശ്യമാണ് എന്നാണ് അംബാസഡർ മുന്നോട്ട് വയ്ക്കുന്ന ഒരു കാര്യം. എന്തായാലും ഇക്കാര്യത്തിൽ ഇത് സംബന്ധിച്ച് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തിന് ഒരു നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ അനുമതി ലഭിച്ചു കഴിഞ്ഞാൽ ഇക്കാര്യത്തിൽ തീരുമാനം എടുക്കും എന്നാണ് അംബാസഡർ അറിയിച്ചിട്ടുള്ളത്. പക്ഷേ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിൽ ഒരു സേവനം സ്വകാര്യവൽക്കരിക്കുമ്പോഴുള്ള ഒരു ആശങ്ക, നിലവിലുള്ള ഫീസ് നിരക്കിനേക്കാൾ അത് ഭീമമായ നിരക്കിൽ ഉയരുമോ എന്നുള്ളതാണ്. എന്തായാലും ഇത്തരത്തിലുള്ള ഒരു തീരുമാനം വന്നതിന് ശേഷമായിരിക്കും ഇതിൻ്റെ ഒരു ഫീസ് ഘടനയും ഏത് തരത്തിലായിരിക്കും എംബസി ഇത് നടപ്പാക്കുക എന്നെല്ലാം അറിയുന്നത്. നിലവിൽ എംബസിക്ക് പുറമെ ഇന്ത്യൻ എംബസി അപെക്സ് സംഘടനകളായ ICC, ICBF തുടങ്ങിയ സംഘടനകൾ വഴിയും പൊതുജനങ്ങൾക്ക് അല്ലെങ്കിൽ പ്രവാസികൾക്ക് ഈ സേവനങ്ങൾ ലഭ്യമാകുന്നുണ്ട്. മറ്റൊരു സുപ്രധാന വാർത്ത, ഖത്തറിന്റെ വിമാന കമ്പനിയായ ഖത്തർ എയർവേസ് അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ലാഭം സ്വന്തമാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. 6100 കോടി ഖത്തർ റിയാലാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ഖത്തർ എയർവേസ് സ്വന്തമാക്കിയിരിക്കുന്നത്. ഇത് സർവകാല റെക്കോർഡാണ്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ. മാത്രമല്ല, ഏതാണ്ട് 81,000 കോടി രൂപയാണ് ഇക്കാലയളവിൽ ഖത്തർ എയർവേസിന്റെ വരുമാനം. 4 കോടിയിലേറെ യാത്രക്കാർ ഇക്കാലയളവിൽ ഖത്തർ എയർവേസിലൂടെ പറന്നു എന്നും കമ്പനി ഇത്തവണ പുറത്തുവിട്ട കണക്കുകൾ സൂചിപ്പിക്കുന്നു. അതുപോലെ മറ്റൊരു വാർത്ത, ഖത്തറിന്റെ നയതന്ത്രം. നമുക്കറിയാം, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള സംഘർഷങ്ങളിൽ ഖത്തർ അതിന്റെ നയതന്ത്ര ഇടപെടലുകൾ നടത്തുന്നുണ്ട്. ഗസയിൽ നടത്തുന്നുണ്ട്, അഫ്ഗാനിസ്ഥാനിൽ കഴിഞ്ഞ ദിവസം നമുക്കറിയാം UN ഇടപെട്ട് നടത്തിയ ചർച്ച തന്നെ നടന്നത് ദോഹയിലാണ്. ഇങ്ങനെ യുക്രൈനിലാണെങ്കിലും ലോകത്തിന്റെ എല്ലാ മേഖലയിലും നടക്കുന്ന വിവിധ വിഷയങ്ങളിൽ ഖത്തർ അതിന്റെ മധ്യസ്ഥത നടത്താൻ ശ്രമിക്കാറുണ്ട്. അത്തരത്തിൽ ഖത്തർ ഇടപെടുന്ന ഒരു വിഷയമാണ് വെനസ്വേലയും അമേരിക്കയും തമ്മിൽ നിലനിൽക്കുന്ന തർക്കത്തിൽ. നേരത്തെ അത് ഫലപ്രദമായി തന്നെ ഇടപെട്ടിരുന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തടവുകാരെ മോചിപ്പിക്കുന്ന കാര്യത്തിലേക്ക് വരെ, അതായത് കഴിഞ്ഞ ഡിസംബറിൽ 11 തടവുകാരെയാണ് ഇത്തരത്തിൽ ഇരു രാജ്യങ്ങളും പരസ്പരം മോചിപ്പിച്ചത്. അതിൽ മധുരയുടെ ഏറ്റവും വാർത്തകളുമാണ് ഫൈസൽ ഹംസ അവിടെ നിന്നും, ദോഹയിൽ നിന്നും പ്രിയപ്പെട്ട പ്രേക്ഷകർക്കായി നൽകിക്കൊണ്ടിരുന്നത്.